ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഉണ്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഷോർട്സ് മാത്രമാണ് ഇട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറേ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഷോർട്സ് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസി കേട്ട ആൾക്കാർക്ക് അറിയാം അതിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ, നേരിട്ടായിട്ടും കമൻ്റായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി സ്റ്റോറി പറയുമെന്ന്. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. അപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി സ്റ്റോറിയാണ് ഇപ്പോൾ ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയണത്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ഫസ്റ്റത്തെ കേട്ടവർക്കൊക്കെ അറിയാം, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് സിസേറിയൻ ആയിരുന്നു കേട്ടോ ആദ്യ പ്രസവം, രണ്ടാമത് എമർജൻസിയിലായിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നത്. അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ആവുന്ന സമയത്ത് എൻ്റെ മൂത്ത കുട്ടിക്ക് 4 വയസ്സായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് ആയതാണ്. അപ്പം രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ. ആദ്യം തന്നെ പെട്ടെന്ന് ആവും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ തീരുമാനിച്ചു, ശരി ഇത് കൊണ്ടുപോകാമെന്നുള്ള തീരുമാനിച്ച് നമ്മൾ കൺഫേം ആക്കിയൊക്കെ ചെയ്തു. അതിനുശേഷം എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യ പ്രസവത്തിൽ എനിക്ക് തുടക്കം മുതൽ ഒരു ഛർദി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് ഛർദി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ പ്രസവത്തിൽ നിന്ന് ഇത് കുറച്ച് വ്യത്യസ്തതയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇല്ലല്ലോ, ഛർദി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനം. ആദ്യത്തെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര തുടക്കത്തിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോൾ ഇതിലൊരു സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് എനിക്ക് ഒരു 3 മാസമായ സമയത്താണ് എനിക്ക് എന്താ പറയുക, ഞങ്ങൾ തനിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഇക്കും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ മോനക്കുള്ള ഭക്ഷണങ്ങൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അമ്മൻ്റെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല, ഞാനും ഇക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെയിറ്റ് ഒന്നും അധികം തൂക്കിയിട്ടുണ്ടായിരുന്നില്ല. 3 മാസം വരെയും വെയിറ്റ് അധികം തൂക്കാതെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇനി എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കറക്റ്റ് ഞാൻ എൻ്റെ മോനെ എടുത്തത് കൊണ്ടാണ്, അവൻ അത്ര വല്ലാണ്ട് വെയിറ്റ് ഒന്നും ഇല്ല, എന്നാലും നമ്മൾ 3 മാസം സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അയാനുവിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, രാത്രി ആവുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് ആയിട്ടോ. അപ്പോൾ ബ്ലീഡിങ് ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി. സത്യം പറഞ്ഞാൽ ചെറിയൊരു ഇതായിട്ടല്ല ബ്ലീഡിങ് ആയത്, ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് തന്നെയാണ് ആയത്. അപ്പോൾ ഞാൻ അബോർഷൻ ആയി എന്ന് തന്നെയാണ് വിചാരിച്ചത്. 3 മാസമാണല്ലോ, അപ്പോൾ നമുക്ക് അത്യാവശ്യം പേർക്ക് അറിയാം 3 മാസത്തിൽ ഇങ്ങനെ ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ അബോർഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഞാനും അത് തന്നെയാണ് വിചാരിച്ചത്, അബോർഷൻ ആയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഒരു ഡോക്ടറിനെ കാണിക്കാൻ പോയിട്ടോ. ഒരു പ്രൈവറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചപ്പോൾ അവർ അപ്പം തന്നെ ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതും തുടക്കത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ നന്നായി നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം പ്രൈവറ്റിലാണല്ലോ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്നത്. അപ്പോൾ ആ സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ നമുക്കിതുപോലെ മാറ്റി നോക്കാം, ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഗവൺമെൻറ് നന്നായി നോക്കുന്നുണ്ടാവും, അപ്പോൾ നമുക്ക് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ 3 മാസം ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്ത ശേഷം ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടോ. അവർ അപ്പോഴും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം സ്കാൻ എടുത്തു. അപ്പോൾ ഈ ബ്ലീഡിങ് നിൽക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിറ്റേ ദിവസം സ്കാൻ എടുത്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഗർഭം ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉറപ്പില്ല, ഇത് പോവാൻ ചാൻസ് ഉണ്ട്, ഒരു 80% പോവാൻ ചാൻസ് ഉണ്ട്, ഒരു 20% തന്നെ ആയിട്ട് ശരിയാവാൻ ചാൻസ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഭയങ്കര പേടിയായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. അടുത്ത സ്കാൻ 5 മാസത്തിലാണല്ലോ. അപ്പോൾ അതുവരെ കുട്ടി ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി, നമ്മൾ ഭക്ഷണമൊക്കെ നേരെ കഴിച്ച് റെസ്റ്റ് ഇരിക്കാൻ പറഞ്ഞു, റെസ്റ്റ് ഇരുന്നു, കുഴപ്പമില്ലാതെ തന്നെയാണ് പോയത്. പിന്നെ 5-ാം മാസം ആയപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുട്ടി തന്നെ ശരിയായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ഇനി പേടിക്കാനില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, കാര്യം പേടിച്ചിട്ടാണ് ആ സ്കാൻ എടുക്കാൻ പോയത്. എനിക്കും സ്കാനും ഒരിക്കലും ചേരുന്നില്ല കേട്ടോ. ആദ്യ പ്രസവവും അങ്ങനെ തന്നെ ആയിരുന്നു. 2-ാം പ്രസവം ഞാൻ പേടിച്ചിട്ടാണ് പോയത്. അപ്പോൾ സ്കാനിൽ ശരിയായപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇനി കുഴപ്പമില്ല എന്നുള്ള രീതിക്കായപ്പോൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തു കേട്ടോ. 1-2 പേര് എനിക്ക് പറഞ്ഞപ്പോൾ ആദ്യത്തെ എനിക്ക് പ്രൈവറ്റിൽ ഭയങ്കര മോശമായിട്ടുള്ള അനുഭവം ആയതുകൊണ്ട് ഞാൻ പ്രഗ്നൻസി അപ്പോൾ ഇതിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു നല്ലൊരു ഡോക്ടറിനെ കണ്ടു, അതും കുറച്ച് നന്നായിട്ടുള്ള ഡോക്ടറാണ്. കാണിച്ചു, അവർ രാത്രിയാണ് വീടുകളിൽ നോക്കുന്നത്. അങ്ങനെ പോയി ഞാൻ നിന്നു, ഒരുപാട് നേരം നിന്ന് നോക്കുന്ന ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും പേര് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ, കുറച്ച് തിരക്കുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് വിചാരിക്കും. കുറച്ച് ആൾക്കാർ ഒരുപാട് വാങ്ങുന്ന പ്രൊഡക്റ്റ് കണ്ടാൽ അത് നല്ലതാണെന്ന് വിചാരിച്ച് വാങ്ങും. പക്ഷേ നമ്മൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇതുപോലെ സംഭവിക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം അവിടെ പോയി കാണിച്ചു, ഒരു കുഴപ്പമില്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സ്കാനിങ്ങൊക്കെ റിപ്പോർട്ടൊക്കെ കാണിച്ചു, എല്ലാം ചെയ്തു. പിന്നെ കറക്റ്റ് എനിക്കൊരു 8 മാസമായപ്പോൾ
പക്ഷെ 7 മാസം തുടക്കത്തിലൊക്കെ എനിക്ക് ചെറിയ ക്ഷീണങ്ങൾ വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇക്കാക്ക് വയ്യാതെ ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 7-ാം മാസം ആയ സമയത്ത് ഇക്കാക്ക് ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ടെൻഷനായി. പിന്നെ ഒരു 7-ാം മാസം കഴിയാറാവുമ്പോഴാണ് ഇക്കാടെ ഏട്ടൻ ഒരാളുണ്ട്, പെട്ടെന്ന് അവർ അറ്റാക്ക് വന്നിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് കേട്ടിട്ടുള്ള കാര്യം, നമ്മൾ അത്രയും നോക്കിയ ആള്, നമ്മൾ രാവിലെ നോക്കിയ ആൾ പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു സമയത്ത് ഒരു ടെൻഷൻ വരുമല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. എന്നോട് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് മരിപ്പ് പറഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ടെൻഷനൊക്കെ മനസ്സിൽ വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, അപ്പോഴും എനിക്ക് അറിയില്ല. ഞാൻ അവർ മരിപ്പിനൊക്കെ പോയി അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നിന്ന് കുറേ ദിവസം ഇക്കയും ടെൻഷനായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസീനെ ഒന്നും ശ്രദ്ധിക്കാതായി. പിന്നെ മൊത്തം ഇക്ക വയ്യാതാവുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനിലേക്ക് പോയി. അതിനുശേഷം കറക്റ്റ് 8-ാം മാസം സ്റ്റാർട്ടായപ്പോൾ കുറേ മാസം ഇക്ക പോയില്ലല്ലോ. അപ്പോൾ 8-ാം മാസം ഒരു മാസത്തോളം ഇക്ക വർക്കിനൊന്നും നേരെ പോയില്ല. അതിനുശേഷം ഡ്രസ്സ് ഹോൾസെയിലാണ് ഇക്കാക്ക്. അപ്പോൾ വേറെ സ്ഥലങ്ങൾ, ദൂര സ്ഥലങ്ങളൊക്കെ കൊടുക്കാൻ പോയിരുന്നു. അപ്പോൾ എനിക്ക് വയറുവേദന ചെറുതായിട്ട് ഒരു 7-ാം മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഈ വയറുവേദന ഉള്ളത് കൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. പിന്നെ എനിക്ക് കാല് നീര് വന്ന് തുടങ്ങിയിട്ട് 8-ാം മാസം തുടങ്ങുമ്പോൾ തന്നെ കാല് നീര് വന്ന് തുടങ്ങി. അപ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാരുണ്ട്, കാല് നീര് വന്നു കഴിഞ്ഞാൽ പറയാം അതൊന്നും സാരമില്ല, പെൺകുട്ടിയാണെങ്കിൽ കാല് നീര് വരും. ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. എന്തായാലും പഴയ ആൾക്കാർ പറഞ്ഞാൽ എല്ലാം ശരിയാവണമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. അവർ പണ്ട് കാലത്ത് ഒരിത് പറയാണ്, നമുക്ക് എല്ലാം ശരിയാവും. മൈക്കൊന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം എന്താ പറഞ്ഞത്, അതിനുശേഷം ഞങ്ങൾ നീര് വന്നപ്പോൾ ഈ പഴയ ആൾക്കാരുണ്ട്, അവരുടെ പേജൊന്നും കേൾക്കണ്ട കേട്ടോ. കാരണം അവർ പറഞ്ഞത് ഇത് പെൺകുട്ടിയാണ്. ഇനി ആദ്യം മുതൽക്ക് തന്നെ ഈ വയറ് കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മളുടെ നടത്തം കണ്ടിട്ടും അങ്ങനെ കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ, അതിലൊന്നും പോയി വീഴരുത്, അതൊന്നും വിശ്വസിക്കേണ്ട പണ്ടത്തെ ആൾക്കാർ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് നിനക്ക് നല്ല മാറ്റമുണ്ട്, ആദ്യത്തെ പ്രസവം ഇതും നല്ല മാറ്റമുണ്ട്, അതുകൊണ്ട് നിനക്കിത് പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് പറ്റിച്ചത്. അപ്പോൾ എനിക്ക് ഈ കയ്യിലും കാലിലൊക്കെ നല്ല നീര് വരാൻ തുടങ്ങിയപ്പോൾ ഈ വയസ്സായവരുണ്ടാവുമല്ലോ നമ്മുടെ ചുറ്റുപറ്റുമൊക്കെ ഉള്ളവർ, അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അമ്മനെ കൊണ്ട് എന്താണ് ഇത് പെൺകുട്ടി ആയതുകൊണ്ടാണ്, അതിനൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാല് മുക്കി വെച്ചാൽ മതി, കൈ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി ഒക്കെ പറഞ്ഞു. ഞാനും അത് കേട്ടിട്ട് പെൺകുട്ടിയാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളും അങ്ങനെ ചെയ്തിട്ടിരുന്നു. പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 8-ാം മാസം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് വയറുവേദന കുറച്ച് ഓരോ ദിവസം കൂടുമ്പോൾ ശക്തമായിട്ട് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ കാണിക്കുന്ന ഡോക്ടർ രാത്രിയാണ് അതിലുള്ളത്, 12-1 മണി വരെ ഉണ്ട് കേട്ടോ ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി കാണിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് ബി പി ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെ അച്ചാറോ അങ്ങനത്തെ ഭക്ഷണങ്ങൾ, പിന്നെ എനിക്ക് അച്ചാറാണ് ആകെ കഴിക്കാൻ ഇഷ്ടം, അതെന്നെ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ അച്ചാറ് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പപ്പടം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്നതുപോലെ കഴിക്കുക, അതൊന്നും കഴിക്കരുത്, ഉപ്പ് അധികം കൂട്ടരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ വന്നിട്ട് മിക്കവാറും എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്ത് തന്നത്. എന്നാലും എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ചില സമയങ്ങളിൽ ഞാൻ കഴിക്കാറുണ്ട്. അവർ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ നമ്മൾ ചെയ്യാറ്, എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് വരേണ്ടതൊക്കെ പിന്നീട് വരും കേട്ടോ. അവർ പറയണത് ഹോസ്പിറ്റലിൽ എന്താണോ അവർ പറയണത് നമ്മൾ അനുസരിക്കുക കേട്ടോ. എന്നെപ്പോലെ ആകണ്ട എന്നുള്ള ഉദാഹരണമാണ് ഈ വീഡിയോ. കാരണം ഞാൻ അവർ പറഞ്ഞതിനും എനിക്കങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് അറിയാതും അമ്മയ്ക്ക് അറിയാതെ എനിക്കൊക്കെ അറിയാതൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ പിന്നീടാണ് നമുക്ക് അവസ്ഥ വരിക. അപ്പോൾ പിന്നെ ഒരു 8 മാസം പകുതിയായ സമയത്താണ് ഇക്ക ലോങ് ട്രിപ്പൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ, കുറച്ച് ഓക്കെ ആയി വന്നപ്പോൾ ഇക്ക ട്രിപ്പിന് പോകാൻ തുടങ്ങി. അങ്ങനെ അവർ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ പോയ സമയത്ത് എനിക്ക് രാവിലെ ഭയങ്കരമായിട്ട് വയറുവേദന വന്നപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ, പെട്ടെന്ന് വയ്യാതായി കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി, ആക്കിയിട്ടാണ് ഇക്ക പോയത്. ഞാൻ മോനോട് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് എന്താ പറയുക വയ്യാതെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ശക്തമായിട്ടുള്ള വയറുവേദന, പിന്നെ ഒരു 10 മിനിറ്റ് ഒന്നുമില്ല കേട്ടോ, പിന്നെ ശക്തി. അപ്പോൾ അത് കാണിക്കണം. അപ്പോൾ അമ്മയ്ക്കൊരു സംശയം, ഇത് എന്താ പ്രസവ വേദനയാണോ? കാരണം എനിക്ക് ആദ്യത്തെ ഓപ്പറേഷൻ ആയതുകൊണ്ട് ആ പ്രസവ വേദനയെ കുറിച്ചുള്ള യാതൊരു ഇതും അറിയില്ല കേട്ടോ. അതാണോ അല്ലേന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ഒരു ശക്തമായിട്ട് വേദന, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ കുറേ എണിക്കും ഇരിക്കും കിടക്കും മറിയും, ഒരുപാട് എനിക്ക് അയാളെ നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയും. ഉമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ബെഡിൽ പോയപ്പോൾ കിടന്നതാണ്. അതിന് ശേഷം അമ്മ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ എവിടെ പോകണമെങ്കിൽ ഇക്കയും വരണം, എനിക്ക് ഇക്ക വേണം, അല്ലെങ്കിൽ അമ്മ ഉണ്ടെങ്കിലും ഇക്ക വേണം എന്നുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ആരും കൂടെ ഉണ്ടാവും, കൂടെ പോയി ആ സമയത്ത് കാണും. അതിനുശേഷം പിന്നീട് ഞാൻ ഇക്ക വരുന്നവരെ വെയിറ്റ് ചെയ്തു കേട്ടോ. വിളിച്ച് ചോദിച്ചപ്പോഴുണ്ട് ഇക്ക 8 മണിയാവും രാത്രി എന്ന് പറഞ്ഞു. എന്തായാലും ആ ഡോക്ടറെ, ഞാൻ കാണിക്കുന്ന ഡോക്ടറെ രാത്രിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇക്ക വരുന്നവരെ സഹിച്ച് പിടിച്ച്, അങ്ങനെ ഞാൻ സഹിക്കാൻ പറ്റുന്നത്രയും സഹിച്ചു. ലാസ്റ്റ് ഇക്ക വന്ന സമയത്താണ് ഞാൻ പോയത്.
പോകുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വയ്യ കേട്ടോ, കൈയും കാലൊക്കെ ഭയങ്കര നീരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വയസ്സായവരെയൊന്നും അപ്പം ഞാൻ കണ്ടില്ല കേട്ടോ. ഈ പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് തനിത്താനും പോവും 2 ദിവസത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞ ഒരാളെയും ഞാൻ ആ സമയത്ത് കണ്ടില്ല. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു എന്ത് ഈ കോലത്തിലാണ് വന്നിരിക്കുന്നതെന്നാണ് ആ ഡോക്ടർ ചോദിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് പേടി തോന്നി. കാരണം ഇത്രയും BP കൂടിയിട്ട് മോൾ എന്താ രാവിലെ തൊട്ട് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു സംഭവം. ആദ്യത്തെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് ഞാൻ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങി എൻ്റെ എല്ലാം കേട്ടോ. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അഡ്മിറ്റ്. ഞാൻ വിചാരിച്ച് ഇന്ന് അഡ്മിറ്റ് ആയിട്ട് നാളെ വിടുമല്ലോ, രാവിലെ വീടെത്താം എന്നാണ്. കാരണം 8 മാസം ആയിട്ടുള്ളൂ. പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി. അഡ്മിറ്റ് ആയപ്പോൾ തന്നെ അവിടെ ഈ ഡോക്ടർ വരാൻ പറ്റില്ല. ഇവർ ക്ലിനിക്കിൽ അത്രയും പേര് നോക്കാനുണ്ട്. നമ്മൾ ഇടയിൽ കയറി പോയതാണ്. അത്രയും ആൾക്കാരുടെ ഇടയിൽ വയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെയുള്ള ആൾക്കാർക്ക് ചോദിച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ പോയത്. അവരപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ഇവർ നോക്കിയിട്ടേ വരുള്ളൂ, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിലേ ഇവർ വരുള്ളൂ തോന്നുന്നു. അപ്പോൾ അതിന് പകരം അവിടെയുള്ള വേറെ ഒരു ഡോക്ടർ, അതായത് ഗൈനക്കോളജിസ്റ്റ് വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ഡോക്ടറാണ് ഏറ്റവും ഇതിൽ വലിയ ആൾ. കാരണം എൻ്റെ ഒരു ജീവിതത്തിൽ ആ ഡോക്ടറിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ഡോക്ടറായിട്ട് അവർ പറഞ്ഞ വാക്കുകൾ ഞാൻ എന്തായാലും മറക്കില്ല. അങ്ങനെ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി എന്നെ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ BP ചെക്ക് ചെയ്യുക. അത് എങ്ങനെ ചെക്ക് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ആ സമയത്ത് എനിക്ക് ഉണ്ടോ എന്ന് തന്നെ സംശയമായിപ്പോയി. കാരണം 1 മിനിറ്റിന് ഒരു ഇഞ്ചക്ഷൻ പോലെ വന്ന് കുത്തും. ഒരു കയ്യിൽ കുത്തിയിട്ട് മറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മറ്റേ വെറുതെ ഇങ്ങനെ കുത്തും. പിന്നെ പോയിട്ട് അവർ ടൈം നോക്കും. ടൈം നോക്കിയിട്ട് പിന്നെ BP ഒന്ന് നോക്കും. പിന്നെ നോക്കുമ്പോൾ കുറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ തന്നെ സംസാരിക്കും, കുറഞ്ഞിട്ടില്ല എന്നിട്ട് ഭയങ്കര നല്ല ഹൈ ആയിരുന്നു കേട്ടോ BP. ആ സമയത്ത് എനിക്ക് എന്താ പറയുക, ക്ഷീണം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇവർ കുറേ കുത്തിയിട്ട് കൊണ്ടേയിരുന്നു. ഈ കൈ എന്താ പറയുക, എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത നീരാണ്. ഒന്നാമത് നീരായിരുന്നു. പിന്നെ അതിലവർ കുത്തി കയറ്റുന്നത് വയറുവേദനയും കുറഞ്ഞിട്ടില്ല. ഒരു ഭാഗം വയറുവേദന, ഒരു ഭാഗം കൈവേദന, അങ്ങനെ ഒരുപാട് എനിക്ക് മതിയായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്ക് ജീവിക്കണ്ട എന്നുള്ളൊരു അങ്ങനെ ഒരു അവസ്ഥ എത്തി. കൈ വേദനിച്ചിട്ട് പറ്റുന്നില്ലാണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൈ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറേ മാസം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു നീര് പോലെ. പിന്നെ ഒരു പച്ച നിറമായിരുന്നു, അത് മാറി. ആ ഇഞ്ചക്ഷൻ കുത്തിയില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ വിട്ടാൽ മതി, ഞാൻ എവിടെയെങ്കിലും ഓടിപ്പോകാന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അതിനുശേഷം എനിക്ക് അവിടെ ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഓൾറെഡി BP ആയിട്ടാണ് പോണത്. അവർ ടെൻഷനായിട്ടായിരിക്കും പോവുക. അവർക്ക് സെപ്പറേറ്റ് ഒരു റൂം എന്നാണ് ഞാൻ വിചാരിച്ച് പോയത്. നല്ല ക്ലീൻ ആയിരുന്നു. എന്താ പറയുക, ക്ലീൻ പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എങ്ങനെയാണോ ക്ലീൻ ആയിട്ടുണ്ടാവും അത്രയും നീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ. ബാക്കി എല്ലാം അവിടെയുള്ള ഫെസിലിറ്റീസൊക്കെ ഈ പ്രൈവറ്റിലുള്ള എല്ലാ ഇവിടെയും ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ആരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും കൂടെ ടെൻഷൻ ഇല്ലാതിരിക്കും. പ്രസവ റൂമായത് പോലും ശരി ഇക്കാനെ വിടണ്ട സമ്മതിച്ചു. അത് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഇതായത് കൊണ്ട് നമുക്ക് വിടണ്ട, ഇക്കാനെ വിടണ്ട, അമ്മനെ വിടാലോ. അമ്മയല്ല അനിയത്തിയില്ല, ആരെന്നെയായാലും അതിൻ്റെ ഉള്ളിലേക്ക് വിടില്ല കേട്ടോ. ഞാൻ ഒന്നാമത് പേടിയുള്ള ആൾ BP ആയിട്ടാണ് കൊണ്ടുപോയത്. പ്രസവം വേറെ റൂമിലാണ് കിടത്താമെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അവർ കിടത്തിയില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം അതിൽ കൊണ്ട് വിട്ടപ്പോൾ തന്നെ ഒരാളവിടെ കരയണം, അറിയാലോ പ്രസവ റൂമാകുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ശബ്ദം ഉണ്ടാകുന്നു, കരയുന്നു. അപ്പോൾ അവർ അവിടുന്ന് വിളിച്ച് ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഈ സിസ്റ്റർമാർ ഒരുപാട് എന്താ പറയുക, എന്തൊക്കെയോ പറഞ്ഞ് ചീത്ത പറയണ്ടായിരുന്നു. നമുക്കത് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ കൂടുകയുള്ളൂ, നമുക്ക് സമാധാനമാവില്ല. എന്താ കുട്ടി ഇതിങ്ങനെ നിലവിളിക്കുന്ന, LKG UKG വേദന തന്നെയല്ലേ എല്ലാവർക്കും. ആ സമയം അവർക്ക് അറിയണതാണ്. അവർ സ്ഥിരം ഇത് നോക്കണോണ്ട് അവർക്ക് വലിയ വിഷയമല്ല. അതിൽ വന്നവർക്ക് ആദ്യ പ്രസവം ആവാം, രണ്ടാമത്തെ പ്രഗ്നൻസി ആവാം, വേദന എല്ലാവർക്കും ഒരുപോലെ സഹിക്കാൻ പറ്റണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ നിലവിളിച്ചു. എന്നെയും 2-3 പ്രാവശ്യം ചീത്ത പറഞ്ഞു. ഞാൻ അമ്മനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ആ ടെൻഷനിലാണ് കാണണം എന്ന് പറയണത്, അല്ലാണ്ട് നമ്മൾ LKG കുട്ടിയായിട്ടൊന്നും അല്ല. അത് പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ അതൊരു ചീത്ത ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡോക്ടർ എൻ്റെ ഇഞ്ചക്ഷൻ പരമാവധി ഒരു കുത്തി നോക്കിയിട്ടും അവർക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് ട്യൂബ് ഇട്ടു കേട്ടോ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ട്യൂബ് ഇട്ട സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര വേദനയൊക്കെ തുടങ്ങി. പക്ഷെ ട്യൂബ് ഇടുമ്പോഴും എനിക്കറിയില്ല എൻ്റെ യൂറിൻ്റെ നിറം മാറി വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഈ കിടക്കണമല്ലോ, എനിക്ക് അറിഞ്ഞിട്ടില്ല യൂറിൻ്റെ കളർ മാറി വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഞാൻ കോയമ്പത്തൂർ എത്തിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ, എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അവർ ലാസ്റ്റ് ആ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടി പോണ കണ്ടീഷനാണ്. അവർ അവിടെ സംസാരിക്കണം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കേട്ടോ. ഒരു പേഷ്യൻറ്റ് ആൾ പോവന്നെ ആയിക്കോട്ടെ, പോണ കണ്ടീഷനാണ്, കുട്ടി കിട്ടില്ല, അങ്ങനെ എന്ത് കണ്ടീഷൻ ആയിക്കോട്ടെ, ആ പേഷ്യൻറ്റ് കേൾക്കാത്ത വിധത്തിലുള്ള സംസാരം ആവണ്ടേ. ഈ ഡോക്ടർ എൻ്റെ കൺമുമ്പിൽ തന്നെ ആ ഡോക്ടറെ വിളിച്ചിട്ട്
അതിലാണ് എനിക്ക് ആ ഡോക്ടറിന് അഭിമാനം തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡോക്ടർ വിളിച്ചിട്ട് മറ്റേ ഡോക്ടറിനോട് പറഞ്ഞത് ഈ കുട്ടിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല, ആ കുട്ടി പോണ കണ്ടീഷനിലാണ്, അതുപോലെ വയറ്റിലുള്ള കുട്ടിയും പോകും, ആ കുട്ടിക്ക് BP ഒട്ടും കുറയുന്നില്ല, ഹൈ കണ്ടീഷനാണ്. പിന്നെ അവരെന്തൊക്കെയൊക്കെയോ പറഞ്ഞു, അത് നമുക്ക് മനസ്സിലാവില്ല. അതിനുശേഷം അവർ പറഞ്ഞത് നമുക്ക് നമ്മുടെ തല ഒഴിയാം, ഈ കുട്ടിയെ നമ്മുടെ തലയിൽ നിന്ന് ഒഴിക്കാം, ഇവിടെ നിന്നെങ്ങാനും ആ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലാവും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ കുട്ടീനെ രക്ഷിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാമെന്നൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ തല ഊരാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, ഇതെന്താ ഇവർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഉറപ്പിച്ചു ഞാൻ മരിക്കും, ഇനി ഒരു 10 മിനിറ്റിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ 5 മിനിറ്റിൽ ഞാൻ മരിക്കും എന്നുള്ളത് പിന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അവരിങ്ങനെ പറഞ്ഞു, അവർ ഒരുപാട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു, കുട്ടി ഇനി പോണ കണ്ടീഷനാണ്, നമുക്ക് പറ്റില്ല, കുട്ടിയെ കിട്ടില്ല, ഉറപ്പാണ്. അങ്ങനെ ഇവരെന്തോ പഠിച്ചവനെ പോലെ അവരെന്നെ എല്ലാം തീരുമാനിച്ചു കേട്ടോ. എന്താണ് ഇനി ഈ കുട്ടീനെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനും ഒരുവിധം വിശ്വസിച്ച് പോയി. ഇവൻ്റെ സംസാരം ഡോക്ടറാണല്ലോ, നമ്മൾ വിശ്വസിക്കണമല്ലോ. അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഇരുന്ന സമയത്താണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. 3 വർഷം ആവാറായി, ഇനി ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു നേഴ്സ് നടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ, സത്യം പറഞ്ഞാൽ പഠിച്ചോൻ എന്നെ വന്ന് എൻ്റെ കയ്യിൽ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ അതാ എന്നെ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചാണോ എന്നറിയില്ല. ആ നേഴ്സ് നടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞത്, നീ ഒന്നും പേടിക്കണ്ട, ഈ ഡോക്ടർമാർ പറയണമൊന്നും നീ കേട്ട് പേടിക്കണ്ട, നമുക്ക് പഠിച്ചോനുണ്ട്, അള്ളാഹിൽ നീ വിശ്വസിക്കുക, അള്ളാഹു ഉണ്ട് നിനക്ക് നിൻ്റെ കുട്ടിക്കും, ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരും, നിൻ്റെ കുട്ടിയും വരും, അള്ളാഹ് പഠിച്ചതിനുള്ളത് വരെ നിന്നെ കൈവിടില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റൽ അല്ലാണ്ട് വേറെ നല്ല ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക, വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റണ പോലെയുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച് നിങ്ങൾ രക്ഷപ്പെടും, പഠിച്ചോനെ വിശ്വസിക്കുക, ഡോക്ടർ പറഞ്ഞ ഒട്ടും നീ ചെവി കേൾക്കണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു നിമിഷം അവർ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, മനസ്സിലൊരു ഓക്കെ ഇവർ പറയുന്നത് നമുക്ക് എവിടെ നിന്ന് അങ്ങനെ മനസ്സിൽ ചെറിയ ധൈര്യമൊക്കെ എനിക്ക് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അടുത്തത് അവർ പറഞ്ഞത്, അതായത് എനിക്ക് ഒരുപാട് BP കൂടിയല്ലോ, അപ്പോൾ അതിൽ ഫിക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് ഒരു ഇഞ്ചക്ഷൻ നട്ടലിൽ കുത്തണം. അതായത് എനിക്ക് 1 മണിക്കൂർ സമയമുള്ളൂ കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവണം. ആ 1 മണിക്കൂറിൽ ഞാൻ മരിക്കുമെന്നാണ് അവർ പറഞ്ഞത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ആ ഡോക്ടറിനെ ഇനി കണ്ടിട്ടില്ല, അതിന് ശേഷം കാണും വേണ്ട, ഇങ്ങനത്തെ ഒരു ഡോക്ടറിനെ എനിക്ക് കാണും വേണ്ട. അപ്പോൾ അങ്ങനെ പോയി കാണിച്ചു. ആ നട്ടെല്ലിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തി, ഭയങ്കര വേദനയാണ്, അതിൻ്റെ പാട് എപ്പോഴും ഉണ്ട് കേട്ടോ ഇടുപ്പിൽ. അവരങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. അവർ പറഞ്ഞ പോലെ 1 മണിക്കൂർ സമയം തന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി വേറെ ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ 2-3 പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ലാസ്റ്റ് സമയം ആരും എടുത്തില്ല. നമ്മൾ ഒഴിവാക്കി വിടുകയെന്ന് ചെയ്ത് നോക്കിയും പോലും ഇല്ല കേട്ടോ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയത് കൊറോണ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ കൊറോണ സമയത്തായത് കൊണ്ട് തന്നെ നമുക്ക് കോയമ്പത്തൂർ പോകണമെന്നുണ്ടെങ്കിൽ പാസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ആംബുലൻസിൽ പോകണം. ആംബുലൻസിൽ പോകാനുള്ള സത്യത്തിൽ പൈസ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആംബുലൻസിൽ പോകാനാണ് അവർ പറഞ്ഞത്, കാരണം 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ നമുക്ക് സത്യം പറയലെന്ന് നോണ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ 9-ാം മാസം ആകുമ്പോഴേക്കും നമ്മൾ വല്ലതാക്കാം റെഡിയാക്കാം എന്നായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാൻ്റെ കയ്യിൽ കാറ് മാത്രമാണ് ഉണ്ടായിരുന്നത്, പാസ് ഒന്നും എടുക്കാതെ തന്നെ ഞങ്ങൾ ആ 1 മണിക്കൂറാണ് സമയം തന്നത്. അപ്പോൾ മോനെ കൊണ്ടുപോയിട്ട് ഉപ്പാനോടും അനിയനും അബ്ബയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് മോൻ ഉറങ്ങിപ്പോയി, അവനെയും വിട്ടിട്ട് ഞങ്ങൾ 3 ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കയ്യിൽ ഒരു 1000 രൂപ, സത്യം പറയുകയാണെങ്കിൽ 1000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് എടുത്തിട്ട് ട്രിപ്പിന് പോയിട്ട് വന്നതായിരുന്നു, അങ്ങനെ പോയത് കൊണ്ട് കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ആരും നമ്മൾ സഹായത്തിന് വിളിച്ചില്ല. 1-2 പേര് വന്നു, നമ്മൾ വെറുതെ സഹായം ചോദിക്കണം നല്ലത് ശരിയല്ലല്ലോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ വണ്ടി കയറി അവിടുന്ന് എനിക്ക് എങ്ങനെയാണാവോ അവിടെ എത്തിയെന്നറിയില്ല, ആംബുലൻസിൻ്റെ സ്പീഡിൽ പോയി തന്നെ നമുക്ക് പറയാം കേട്ടോ. പക്ഷെ കാറിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ അമ്മനോട് ചോദിക്കണം, അമ്മ എന്തെങ്കിലും സംസാരിക്കും, എന്നോട് നീ പറയും, എനിക്കൊന്നും കേൾക്കണില്ല, എനിക്കൊന്നും കാണുന്നില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എനിക്ക് ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒന്നും കേൾക്കാൻ പറ്റില്ല, വണ്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കണത് കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ ഫുൾ സ്പീഡിൽ പോവാണ്. അപ്പോൾ കൊറോണ സമയത്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്താണ് ആകെ ഒന്ന് നിർത്തിയപ്പോൾ തന്നെ അങ്ങനെ എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട് പേപ്പർ കാണിച്ചപ്പോൾ തന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇതും നിർത്തിയില്ല കേട്ടോ, വണ്ടി നിർത്തിയില്ല. ഞങ്ങൾക്ക് വഴിയൊക്കെ നല്ല തുറന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം എല്ലാം അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അവർ പോകാൻ പറ്റാത്ത വിധത്തിലായിരുന്നല്ലോ. അവർ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും അവർ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വിളിച്ച് പറഞ്ഞതാണോ എന്താണോ നമുക്കറിയില്ല. അവർ തന്നെ കുറേ പോലീസുകാർ തന്നെ വഴി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയും സ്പീഡിൽ ഹോൺ അടിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. ആംബുലൻസ് എങ്ങനെയാണ് പോകുക അതുപോലെ നമ്മൾ വണ്ടിയുടെ ഹോൺ അടിച്ചിട്ടാണ് അവിടെ എത്തിയത്. എത്തുമ്പോൾ തന്നെ ഒരു 3-3:30 ആയെന്നാണ് എൻ്റെ ഒരു. അങ്ങനെ 3:30 മണിക്ക് എത്തും മുമ്പ് മാമനും നനിമയും കൂടെ വന്നിട്ട് അവിടെ പൈസ കെട്ടണമല്ലോ, ആദ്യം ഒരു 50,000 കെട്ടണം. അപ്പോൾ അത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കയറി പോകുമ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടർ ആദ്യം കൊറോണ ടെസ്റ്റ് ചെയ്തു, അതിന് ശേഷം എന്നെ റൂമിൽ കയറ്റി.
അപ്പോഴാണ് ഈ യൂറിൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. യൂറിൻ്റെ ബാഗ് ഉണ്ടാവില്ല, അതെടുത്ത് കാണിച്ചപ്പോഴാണ് ഞാൻ ആകെ ഷോക്കായത്. എൻ്റെ യൂറിൻ്റെ നിറം റെഡ് കളർ കേട്ടോ. അത് ബ്ലഡ് ആണത്. ബ്ലഡ് ആണെന്ന് വിചാരിച്ച് ഞാൻ ആകെ പേടിച്ചത്. എന്താ ഇങ്ങനെ? ആ ഡോക്ടർ എന്നോട് ചോദിക്കുന്നു, ഇതെന്താണ് കേരളത്തിൽ എന്താ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണോ? ഇത് എന്താ മോൾ എവിടെ നിന്നാ വരുന്നത്? ഇതെന്താ കാണിച്ചു വെച്ചേക്കണത്? ഇതെന്താ യൂറിൻ്റെ നിറം ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്കൊന്നും പറയാനില്ല, അറിയില്ല എനിക്ക്. അപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കിയ ശേഷം ഇതെന്ത് ഭയങ്കര മോശം കേട്ടോ. ഒരു ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, ഭയങ്കര മോശം, ഇതെന്ത് ട്രീറ്റ്മെൻറ്റാണ് ഈ കുട്ടിക്ക് ചെയ്തേക്കുന്നത്, എന്താ ഇത് ആൾ വേണ്ടേ, പോകാനാണോ അവർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവരെന്നോട് വന്നിട്ട് പറഞ്ഞത്, എന്നെ അവിടെ പോയി എല്ലാവരും സാജിന എന്നാണ് വിളിക്കുന്നത്. അതെന്താണെന്ന് അറിഞ്ഞൂടെ, എല്ലാവരും സജിന എന്ന് പറഞ്ഞിട്ട് സാജിന എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, സാജിന എന്താണ്, നീ ഇത്രയും നേരം ഇത്രയും ഇഞ്ചക്ഷൻ ഇട്ടിട്ട് വേദന സഹിച്ചല്ലോ, ഇനി ഞാൻ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഞാൻ അടിക്കുക, അതിൻ്റെ ഒരു വേദന മാത്രം നീ സഹിച്ചാൽ മതി, ഇത് ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ വേറെ വഴിയില്ല. അപ്പോൾ പിന്നെ അവർ ഇഞ്ചക്ഷൻ അടിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ മാജിക് എന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ ആ ബാഗൊക്കെ മാറ്റിയിട്ട് എനിക്ക് രണ്ടിൻ്റെ ഡിഫറൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒന്നിൻ്റെ ബ്ലഡിൻ്റെ നിറവും ഒന്നിൽ നമ്മുടെ സാധാരണ നോർമൽ യൂറിൻ്റെ കളറും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിൻ്റെ യൂറിനിൽ ബ്ലഡ് മിക്സ് ആയതാണ് ഈ സംഭവം, ഇതെന്താ ഇവർ ഇത്ര ശ്രദ്ധിക്കാതെ അതിനുള്ള ഇഞ്ചക്ഷൻ കുത്തിയില്ല എന്ന് ചോദിച്ചതിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഒരു സംശയം തോന്നി. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡോക്ടറും ഒരേ സംഭവം തന്നെയാണല്ലോ പഠിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിലത്തെ ഡോക്ടർമാർക്ക് ഇതൊന്നും അറിയാത്തതെന്ന് ആ നിമിഷം ഞാൻ ആലോചിച്ചിരുന്നു. സത്യം പറയണേ അങ്ങനെ ആലോചിച്ചിരുന്നു. അങ്ങനെ യൂറിനൊക്കെ അതിന് ശേഷം എനിക്ക് BP ഇല്ല കേട്ടോ. അപ്പോൾ അവർ വിചാരിച്ചു 8-ാം മാസത്തിലായിട്ടുള്ള നമുക്ക് ഒരു ഇഞ്ചക്ഷൻ കുത്തിയിട്ട് നമുക്ക് ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യാമെന്ന്. പക്ഷെ അവർ കുറേ നോക്കിയിട്ട് അത് നടക്കണില്ല. അതിനുശേഷം എന്നോട് വന്ന് പറഞ്ഞു കേട്ടോ, രാത്രി വന്ന് പറഞ്ഞു, ഇനി ഒന്നും വെള്ളം കുടിക്കണ്ട, ഭക്ഷണമൊന്നും കഴിക്കണ്ട, നാളെ രാവിലെ 10 മണിക്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അതിന് ശേഷം എനിക്കൊരു സമാധാനവും ഇല്ല. എന്തായാലും ഓപ്പറേഷൻ ആണെന്ന് അറിയാം, പക്ഷെ ഇത്ര പെട്ടെന്ന് 8 മാസത്തിലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുള്ള് മയക്കിയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ പറഞ്ഞാൽ നമുക്ക് തീരുമാനിച്ചതാണല്ലോ. അപ്പോൾ അങ്ങനെ പോയിട്ട് 10 മണിക്ക് അവർ ഹോസ്പിറ്റലിൽ എന്താ പറയുക, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ ഞാൻ ചിരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇതുപോലെ ഒരു കുട്ടിയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നിട്ടില്ല ചിരിച്ചിട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഭയങ്കര പേടിയായിട്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് പോകണം കേട്ടോ. അങ്ങനെ പോയിട്ട് അവർ ആദ്യം ഒരു അനസ്തീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ലോറോഫോം പോലത്തെ എന്തോ സംഭവമാണ് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നമ്മൾ നട്ടയിൽ ശരിക്കും വളച്ചിട്ട് പറയുമ്പോൾ ഞാൻ വിചാരിക്കും പ്രഗ്നൻ്റ് ആയവർ എങ്ങനെ വളയ്ക്കും എന്നൊക്കെയാണ് എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ പോയി പറഞ്ഞു കേട്ടോ, ചെറുതായിട്ടൊന്ന് സൈഡ് വളച്ചിട്ട് നമ്മുടെ നട്ടയിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിയ കുറച്ച് വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് അനസ്തേഷ്യ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ്, അല്ല, അനസ്തേഷ്യ ഇടുന്ന മുമ്പ് ഇടണ ഒരു ഇഞ്ചക്ഷനാണ്. അനസ്തേഷ്യ ഇടുമ്പോൾ വേദനിക്കാതിരിക്കാൻ ഒരു ഇഞ്ചക്ഷനാണ് കേട്ടോ. അതും കൂടെ ആയപ്പോൾ എനിക്ക് സന്തോഷമായി. ഭയങ്കര പേടിയുള്ള ആളാണ്, ഇത്രയും വലിയ ഇഞ്ചക്ഷനൊക്കെ എങ്ങനെ കുത്തിയെന്ന് ആലോചിച്ച് എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വേറെ വഴിയില്ല, അതിന് ചോടാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷൻ കുത്തി ഒരു 5-10 സെക്കൻഡിൽ തന്നെ എൻ്റെ തരിച്ച് തുടങ്ങി കേട്ടോ. അതിനുശേഷം ഓപ്പറേഷനായി. ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് ട്വിസ്റ്റ്. എൻ്റെ അടുത്ത് പറഞ്ഞ് നടന്ന ഒരെണ്ണത്തിന് അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് പെൺകുട്ടി എന്നാണല്ലോ പറഞ്ഞത്, വയറ് കണ്ടിട്ടും കയ്യിൽ നീരും കാലും ഒക്കെ കണ്ടിട്ട് പറഞ്ഞ ആൾക്കാരൊന്നും അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത്തെ മോനായിരുന്നു കേട്ടോ, ബോയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കൊതിച്ചതും ഗേളായിരുന്നു. പക്ഷെ വേറെ വഴിയില്ല, അത് തന്നതെന്ന് പറ്റും. പക്ഷെ ഈ കുട്ടിയും വെയിറ്റ് കുറവായിരുന്നു കേട്ടോ, 1,400 ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി മൂത്ത അയാനേക്കാളും ഭയങ്കര മോശമാണ്. ആ കുട്ടി ജീവിച്ചിരിക്കില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. നോക്കുക അങ്ങനെ പറഞ്ഞിട്ടാണ് പുറത്ത് വന്ന് NICUലായിരുന്നു 10 ദിവസം. ഞാൻ ഡിസ്ചാർജ് ആയിട്ടോ, ഓപ്പറേഷൻ കഴിഞ്ഞ് വേഗം ഞാൻ ഡിസ്ചാർജ് ആയി. അവനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10-ാം ദിവസം പോയപ്പോൾ 2 ലക്ഷത്തിൻ്റെ അടുത്തായി നമ്മുടെ ചിലവ്. അങ്ങനെ ആയ സമയത്ത് ഞങ്ങൾ പോയിട്ട് മതി, നമുക്ക് പോകണം പാലക്കാട്, നമുക്ക് വിടാൻ പറ്റില്ല, കുട്ടികൾ ചെറിയൊരു ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് പൈസ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കാം പാലക്കാട് എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ കുറേ നമ്മൾ വാങ്ങിച്ചു, നമ്മളായിട്ട് ഒപ്പിട്ട് വാങ്ങിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുട്ടിക്ക് ഓക്സിജൻ കുറവാകും, അതുകൊണ്ട് ആംബുലൻസിൽ തന്നെ പോകണമെന്ന്. ലാസ്റ്റ് നമ്മൾ കോയമ്പത്തൂർ പല ഹോസ്പിറ്റലിൽ നടന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ രണ്ടാമത്തെ മോനോട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ നടന്നു. എല്ലാവരും കൈയൊഴിഞ്ഞു, ഇല്ല പറ്റില്ല, ലക്ഷങ്ങളാണ് അവർ ചോദിക്കുന്നത്. നമ്മൾക്ക് നമുക്ക് ചെയ്യാനും നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചിലവാക്കി കഴിഞ്ഞു, ഒരുപാട് കടം മേടിച്ച് കഴിഞ്ഞു. ഇനി ആരുടെ അടുത്ത് സഹായം ചോദിക്കാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നവരും ഉണ്ട് കേട്ടോ, ഒരുപാട് പേര് തന്നവരും ഉണ്ട്, അവരൊന്നും മറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാലക്കാട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കൈയൊഴിഞ്ഞു, പറ്റില്ല, കുട്ടി ജീവൻ ഉണ്ടാവും. നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു നിമിഷം തോന്നിപ്പോകും. അപ്പോൾ പാലക്കാട് പാലാനയിലാണ് കേട്ടോ വിളിച്ചു ചോദിച്ചത്.
അപ്പോൾ അവർ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അപ്പോൾ കയ്യിൽ കുട്ടിയും ഞങ്ങളും കാറും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനും ഉമ്മയും കുട്ടിയും കാറും മാത്രമേ ഉള്ളൂ. ആംബുലൻസിലേ പോകാൻ പാടുള്ള, ഓക്സിജൻ ഇല്ലാതെ പോകരുതെന്ന് പറഞ്ഞു. നമ്മൾ അള്ളാൻ്റെ അടുത്ത് ഭാരം വെച്ച്, ഞാൻ ഇക്കാൻ്റെ അടുത്ത് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അള്ള എത്രത്തോളം ആക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് എന്തെങ്കിലും വഴി കാണും. എനിക്ക് അള്ള ഈ കുട്ടീനെ തരണമെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കുട്ടി ജീവനോടെ തന്നെ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ വിശ്വാസത്തിൽ ഇവിടെ നിന്ന് പോവാം. എൻ്റെ കയ്യിൽ അള്ള ഈ കുട്ടീനെ തരാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ കുട്ടി പോകും. നമുക്ക് അള്ളാൻ്റെ മേലെ വിശ്വസിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ ഒരു വാക്കിലാണ് ഞങ്ങൾ ആ കാറിൽ വന്നത്. ആ കുട്ടി വരുമ്പോഴും എൻ്റെ കയ്യിലായിരുന്നു, കുട്ടി അമ്മൻ്റെ കയ്യിലായിരുന്നു. മാറി മാറി പിടിച്ചിട്ടാണ് വന്നത്. ശ്വാസം ഉണ്ടാവില്ല, അവിടെ പോകുമ്പോൾ മരിക്കും എന്നാണ് കുറേ പേര് പറഞ്ഞത്. ആ കുട്ടിയുടെ അവസ്ഥ കണ്ടാലും നിങ്ങൾ കണ്ടാൽ പോലും അതന്നെ പറയുള്ളൂ. അപ്പം നമ്മൾ എല്ലൊക്കെ അങ്ങനെ പുറത്ത് കാണുമായിരുന്നു. അങ്ങനത്തെ ഒരു രൂപമായിരുന്നു. നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ബൊമ്മൻ്റെ അത്ര പോലും തടി ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ കാറിൽ വരുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ വരും, ശ്വാസം ഉണ്ടോ കുട്ടിയുടെ, അങ്ങനെ വയറിൻ്റെ അവിടെ ഇങ്ങനെ പൊങ്ങുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ വരും. നമുക്ക് അറിയില്ലല്ലോ. കാരണം ഞാൻ അള്ളാൻ്റെ അടുത്ത് ഇക്കാൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞത്, പഠിച്ചോ എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ തരും. ആ സമയത്ത് അങ്ങനെ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു, തരും, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ രാത്രി 3:30 മണിക്ക് പാലക്കാട് എത്തി. ഈ രാത്രി 3:30 എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. കാരണം എൻ്റെ എല്ലാ സംഭവങ്ങളും രാത്രി 3:30, 4:30 അങ്ങനെയാണ് സംഭവം. അങ്ങനെ 3:30 പാലക്കാട് എത്തി. ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ട് വീട്ടിലാക്കി. ചെറിയ മോനും ഉണ്ടായിരുന്നല്ലോ, എൻ്റെ വലിയ മോനും ഉണ്ടായിരുന്നു, അവനെയും വീട്ടിലാക്കി. ലാസ്റ്റ് ഞാനും ഇക്കയും കുട്ടിയും പാടെ ഞങ്ങൾ പാലാനയിൽ 3:45 എത്തി. അങ്ങനെ കാറ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരിക്കയാണ് കേട്ടോ കൊണ്ടുവന്നത്. ആ ഇക്കയാണ് നമ്മളെ സ്ഥിരം കോയമ്പത്തൂരിൽ നിങ്ങൾ കൊണ്ടാക്കുന്നത്. അപ്പോൾ അവർ തന്നെയാണ് കൊണ്ടുവന്നാക്കിയത്. ലാസ്റ്റ് അവർ 3:45 അവർ തിരിച്ചു പോയി. നമ്മളവിടെ അഡ്മിറ്റായി. NICU ഉണ്ടായിരുന്നു കേട്ടോ. NICU കൊണ്ടുപോയിടുമ്പോഴും അവർ നമുക്ക് പ്രതീക്ഷ നന്നായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു, നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലാനയിൽ ഞങ്ങൾ പാലാനയിൽ വിശ്വാസമില്ലാതെ തന്നെയാണ് പോയത്. ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല ആ ഹോസ്പിറ്റലിൽ. പോയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടി. അവിടെ പോയപ്പോൾ കുട്ടീനെ അവർ നോക്കണതും അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ പോയി NICU കിടത്തി. അപ്പോൾ ഇക്ക പുറത്തായിരുന്നു, ഞാൻ ഉള്ളിൽ കുട്ടിയുടെ അടുത്തായിരുന്നു. 1-2 സിസ്റ്റർമാർ ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഞാനാണ് ആ കുട്ടിയുടെ അമ്മ എന്ന് അറിയാതെ എൻ്റെ മുമ്പിൽ തന്നെ പറഞ്ഞു കേട്ടോ, ഈ കുട്ടി ഒന്നും ജീവിച്ചിരിക്കില്ല തോന്നുന്നു, ആ കുട്ടിക്ക് തീരെ ആരോഗ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്വാസം എടുക്കാൻ പോലും ആരോഗ്യം ഉണ്ടായിരുന്നില്ല അസാനുക്ക്. ഞാൻ അവൻ്റെ ഫോട്ടോ ലാസ്റ്റ് കൊടുക്കാം. ജനിച്ചപ്പോൾ ഉള്ള ഫോട്ടോസൊന്നും ഇല്ല, 1-2 ഫോട്ടോസ് നമ്മൾ എടുക്കാനുള്ള മനസ്സില്ല. നമുക്ക് അവൻ്റെ രൂപം കണ്ടാൽ തന്നെ നമുക്ക് എടുക്കാൻ തോന്നില്ല. 40ൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ, അതെന്നെ ഭയങ്കര മോശമായിട്ടാണ് ഉണ്ടാവുക. അത് ഞാൻ ഇടാം, ഇപ്പോൾ ഉള്ളതും കൂടെ ഇടാം കേട്ടോ. ഇപ്പോൾ അവന് 3 വയസ്സായി. 1 വയസ്സിലെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് അഡ്മിറ്റ് ചെയ്തു. അള്ളാൻ്റെ ഇത് തന്നെ പറയാം, സത്യം പറഞ്ഞാൽ എനിക്ക് അധികം കിടക്കേണ്ടി വന്നില്ല. പാലാനയിൽ 3 ദിവസത്തിൽ എൻ്റെ കുട്ടി ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. പക്ഷെ എനിക്ക് ഒരു പാല് കൊടുക്കണമെങ്കിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, പാലുണ്ടായിരുന്നില്ല. 2 സിസ്റ്ററിൽ പെട്ടെന്ന് BP എല്ലാം ആയതിൻ്റെ ഇത്രയും ഇഞ്ചക്ഷൻ കയറ്റിയതിൻ്റെ ഒരു പ്രശ്നം, അതുകൊണ്ട് എനിക്ക് പാലുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് 40 ദിവസം മാത്രമേ എനിക്ക് പാല് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം മൊത്തം ഫോർമുല മിൽക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അള്ളാൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയതും. ഇപ്പോൾ മോനിക്ക് 3 വയസ്സാവാറായി, ഒക്ടോബർ ആയിക്കഴിഞ്ഞാൽ 3 വയസ്സായി. അള്ളാൻ്റെ എന്താ പറയുക, എത്ര പറഞ്ഞാലും മതി. ആളെ ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും പറയും, ഇങ്ങനെയുള്ള ആളാണോ ഇങ്ങനെ ആക്കിയത്. ഒരുപാട് കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെയിറ്റ് കുറഞ്ഞ മക്കളെ നോക്കിയവർക്ക് അറിയാം എൻ്റെ കഷ്ടം, മറ്റുള്ളവർക്ക് അറിയാൻ ചാൻസ് ഇല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. രാവും പകലും ഉറക്കം എന്താണെന്ന് പോലും എനിക്ക് അറിയാത്ത ഒരു നാൾ ഉണ്ടായിട്ടുണ്ട്. 40 ദിവസം വരെ ഞാനും എൻ്റെ അമ്മയും തീരെ ഉറങ്ങിയിട്ടില്ലാത്ത അവസ്ഥ. പക്ഷെ നമ്മൾ കുറച്ച് ഉറങ്ങാൻ ശ്രമിക്കുക കേട്ടോ, 1-2. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെയ്ത തെറ്റി, കുട്ടിക്ക് ശ്വാസം ഉണ്ടാവില്ലേ, കിട്ടില്ലേ, മരിക്കുമോ എന്നുള്ള ഒരു പേടിയിൽ ഞാനും അമ്മയും മാറി എനിക്കും തന്നെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മൻ്റെ വീട്ടിലേക്കല്ല കേട്ടോ പോയത്, ഞാൻ തനിച്ചുള്ള വീട്ടിൽ തന്നെയാണ് പിന്നീട് പോയത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന തെറ്റുകളാണ് പിന്നീട് നമുക്ക് പ്രശ്നമായിട്ട് വരിക. ഞാൻ ആ സമയം ഉറക്കം ഉണ്ടായിരുന്നില്ല, ഭക്ഷണം നേരെ ഉണ്ടായിരുന്നില്ല, ടെൻഷൻ കുട്ടിങ്ങനായി. അവന് നേരാക്കണതിൻ്റെ ഒപ്പം നമ്മളും കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആരും ഉണ്ടാവില്ല, നമ്മളോട് പറയും, നമ്മൾക്ക് ആ സമയത്ത് കേൾക്കില്ല. ഞാൻ കേട്ടില്ല. അതുപോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഭക്ഷണം നന്നായി അവരുടെ ഒപ്പം നിങ്ങൾ കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം കൂടെ നോക്കണം. അതുപോലെ ബ്ലഡിൻ്റെ കഴിക്കണം കേട്ടോ. ഞാൻ അതിലൊരു തെറ്റ് ചെയ്ത് എന്താ വെച്ചാൽ ബ്ലഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ എനിക്ക് 6 പോയിന്റ് ബ്ലഡേ ഉള്ളൂ. അതിൻ്റെ അപ്പോഴത്തെ പ്രശ്നം എനിക്ക് അറിഞ്ഞില്ല, ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിക്കുന്നത്. ഇപ്പോൾ 6 പോയിന്റേ ഉള്ളൂ. ഇടയിൽ ഞാൻ ബ്ലഡിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു മാറ്റമില്ല കേട്ടോ. ഭക്ഷണം തന്നെയാണ്, നമ്മൾ ഭക്ഷണത്തിലും കൊണ്ട് തന്നെ ബ്ലഡ് കൂടാൻ വെക്കണം. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ചെയ്യേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്രയോ ആൾക്കാർ കാണിക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഈ പ്രശ്നം വരണമെന്നൊന്നുമില്ല. എൻ്റെ ഒരു സ്റ്റോറി മാത്രമാണ് ഇതിൽ. നിങ്ങൾക്ക് നല്ലത് മാത്രം എടുക്കുക, ചീത്തൊന്നും ആരും എടുക്കരുത്. കാരണം എൻ്റെ ഒരു അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും മനസ്സിലാവും. നമ്മൾ എന്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെങ്കിലും കയ്യിലൊരു പൈസ എന്തായാലും കരുതലുണ്ട്. അത് 8-ാം മാസം ആയിക്കോട്ടെ, 7-ാം മാസം ആയിക്കോട്ടെ, നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരിത്തിരി പൈസ കയ്യിൽ വയ്ക്കുക.
കാരണം അത് നമ്മളെ വിശ്വാസമാണ്, എന്നാലും നമ്മൾ കയ്യിൽ വെക്കണം. ഈ സുഖപ്രസവം ആവും, ചിലപ്പോൾ ഓപ്പറേഷൻ ആവാം, അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി പൈസ വെക്കണം. ലാസ്റ്റ് സമയത്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കണമല്ലോ. അപ്പം എന്നെ ഇവിടുന്ന് പറഞ്ഞു 1 മണിക്കൂറാണ് എനിക്ക് തന്ന സമയം, 1 മണിക്കൂറിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മാമനുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്കുള്ളൊരു കടം വാങ്ങി തിരിച്ചു കൊടുത്തു. എന്നാലും നമ്മൾ ആ സമയത്ത് തരാൻ ആൾ വേണമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കയ്യിൽ പൈസ നമ്മൾ കരുതുക. പിന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ കൈ ഒഴിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് മാറാൻ നോക്കുക. ഇപ്പോൾ ഗവൺമെൻറ് നല്ല പ്രൈവറ്റ് ആണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കൈ ഒഴിയുകയാണ്, അവിടെ തന്നെ ഇരുന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല, നമുക്ക് കുട്ടിയാണ് വലുത്, അപ്പോൾ കുറച്ച് കടം മേടിക്കാനുള്ള ധൈര്യത്തിൽ നമ്മൾ പോവുക. പിന്നെ അത് അടച്ച് തീർക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കുട്ടിയാണ് നമുക്ക് വലുത്. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇപ്പോൾ ഒരു കുട്ടിയാണ് കേട്ടോ ഈ വീഡിയോ കുറേ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പാലക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. ഫൈസ എന്നാണ് പേര്. ആ കുട്ടിയുടെ എനിക്ക് ഓർമ്മ ഫൈസ എന്നാണ്. ആ കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും പേടിക്കണ്ട കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ മോശമൊന്നും അല്ല ഞാൻ അഭിപ്രായം പറഞ്ഞത്. ഗവൺമെൻറ് നല്ല എന്താ പറയുക നീറ്റായിട്ടുണ്ട്, പ്രസവ റൂമൊക്കെ ഭയങ്കര നീറ്റായിട്ടുണ്ട്. പേടിക്കാതെ പോവാം, ഓരോരുത്തരുടെ അനുഭവങ്ങൾ മാത്രമായിട്ട് എടുക്കുക, ഒരു പേടിക്കണം. പിന്നെ ഞാൻ ചെയ്ത തെറ്റ് ഒരുപാട് ഡോക്ടർമാർ ഓരോരുത്തർ പറയണത് കേട്ടിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ ഒരു തെറ്റ് ആരും ചെയ്യരുത്. ഒരു ഡോക്ടറെ നമ്മൾ ആദ്യം തുടക്കത്തിൽ കാണിക്കുന്നത്, ആ ഡോക്ടറെ തന്നെ അവസാനം വരെ കാണിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ പറയുക, പിന്നെ ടെൻഷൻ വേണ്ട കേട്ടോ. എനിക്ക് ആകെപ്പാടുണ്ടായിരുന്ന ടെൻഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെവൽ എത്തിയത്. നിങ്ങൾ 7-ാം മാസം ആയിക്കഴിഞ്ഞാൽ അതിന് ശേഷം കുറച്ച് പരമാവധി ടെൻഷൻ ഒഴിവാക്കിയിട്ട് എന്താ പറയുക സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല, കൂടെ ഉള്ളവരും കൂടെ കുറച്ച് സഹായിക്കണം. ഹസ്ബൻഡായാലും ശരി, വീട്ടുകാരായാലും ശരി, കുറച്ച് അവരുടെ സമാധാനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ചെറുപ്പം മുതൽ ചെറിയൊരു കാര്യത്തിന് പോലെ ടെൻഷനാണ് ആളാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ ആരും ചെയ്യരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഈ ഫൈസ എന്ന് പറഞ്ഞൊരു കുട്ടി തീരെയും പേടിക്കണ്ട കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കാണുക, നിങ്ങൾ എവിടെയാണോ കാണിച്ചത് അവിടെ തന്നെ കാണിക്കുക, സമാധാനമില്ലാതിരിക്കട്ടെ. ഇവരെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പെട്ടെന്ന് എന്താ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന എത്രയോ പേർക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവം നടന്ന കാര്യങ്ങളും ഉണ്ട്. എനിക്കത് ശരിയായില്ല, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്തെങ്കിലും ആൾ പോകുന്ന കണ്ടീഷനായാലും കുട്ടിയില്ലാത്ത കണ്ടീഷനായാലും നമുക്ക് ആ പേഷ്യൻറ്റിന് മുമ്പിൽ പറയുന്നത് ഒഴിവാക്കാമായിരുന്നു എന്നാണ്. അത്രയും പഠിച്ച ഒരു ഡോക്ടർക്ക് ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് അവർ തല ഒഴിയാനാണ് നോക്കുന്നത്, അവരുടെ തലയിലാവും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയിലാവും എന്നുള്ളൊരു ഇത് മാത്രമാണ് ആ സമയത്ത് നോക്കുന്നത്. വലിയൊരു കുട്ടിയുള്ള ഒരാളെ രക്ഷിക്കണം എന്നുള്ളതൊന്നും അവർക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റൽ പറയാം, ഇത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ മരിച്ചില്ലല്ലോ, അപ്പം ഞാൻ അള്ളാൻ്റെ ഇതുകൊണ്ട് ഞാൻ വന്നില്ലേ. അപ്പോൾ ഇപ്പോൾ ആ ഡോക്ടർ ഉറപ്പായിട്ട് പറഞ്ഞാണ് ഞാൻ മരിക്കും, ഈ കുട്ടി 1 മണിക്കൂറിൽ എന്തായാലും മരിച്ചിരിക്കും പറഞ്ഞ ആളാണ്. ഇപ്പം 3 വർഷമായിട്ട് അള്ള എനിക്ക് ആയുസ് തന്നിട്ടില്ല, ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ട് അങ്ങനെ തന്നെ ആരോഗ്യത്തോടെ എൻ്റെ 2 മക്കളും പോകണമെന്നാണ് എനിക്കൊരു ആഗ്രഹം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ആകെ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തതുണ്ടോ, കാരണം ആ കുട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും പേടിക്കാതെ പോവാട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഒരു ചെറിയ വേദന അത് എന്തായാലും അനുഭവിക്കണം, അത് പേടിക്കാനുള്ളതൊന്നുമില്ല. നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വേദന തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടില്ല, അപ്പോൾ കുറച്ച് വേദനയൊക്കെ സഹിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. ഞാൻ ഒരുപാട് നീണ്ട വീഡിയോ ഒക്കെ ആവും, കേൾക്കുമ്പോൾ ബോറടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രമേ കേട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരേ ഒരു പ്രശ്നമുണ്ട്, ഡിപ്രഷനാവും കേട്ടോ. ഡിപ്രഷൻ ഉണ്ടാവും. നമ്മൾ ഇതിലേക്ക് എനിക്ക് BP കൂടിയ ശേഷം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതിനൊരു നാണക്കെടും അവിടെ ആവശ്യമില്ല. പണ്ടത്തെ കാലത്താണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലാണ്, അതാണ് കാണുന്നവരൊക്കെ പറയും കുട്ടിക്ക് മെൻ്റലാണെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോഴത്തെ നോർമലാണ്. ഇപ്പോൾ എല്ലാവർക്കും ഡിപ്രഷൻ ആർക്ക് വേണമെങ്കിലും വരാം, വലിയവരാകട്ടെ ചെറിയവരാകട്ടെ എല്ലാവർക്കും ഡിപ്രഷൻ വരാം. അത് ഇപ്പോഴത്തെ കാലത്തൊന്നും അത് വലിയ വിഷയമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് പ്രസവശേഷം രണ്ടും ഇത്രയും പ്രശ്നങ്ങൾ നടന്നവർക്ക് ഡിപ്രഷൻ വന്നില്ലെങ്കിലേ സംശയമുള്ളൂ. എനിക്ക് ഡിപ്രഷനൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആർക്കും എന്നെ പുറത്ത് കാണുന്ന ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. ഞാൻ അങ്ങനെ പുറത്ത് കാണിക്കുന്ന ആളല്ല, പക്ഷെ വീട്ടിനുള്ളിൽ ഞാൻ ഭയങ്കര ഡിപ്രഷനായ ഒരാളാണ്. പക്ഷെ ഞാൻ അതിലും ഒരു തെറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് ഞാൻ ഒരു ഡോക്ടറെ കാണിക്കുകയോ അതിനുള്ള ഒരു കൗൺസിലിങ്ങിന് പോവുക അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. തന്നെത്താനേ ഞാനത് റെഡിയാക്കി വന്നു. പക്ഷെ എല്ലാവർക്കും ഇതുപോലെ സാധിക്കണം എന്നൊന്നുമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രസവശേഷം നമുക്ക് തന്നെ ഒരു മാറ്റം തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഇങ്ങനെ അല്ലല്ലോ, ഞാൻ ഇതുപോലെ ആയിരുന്നില്ലല്ലോ എന്ന് തോന്നണ നിമിഷം നമ്മൾ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. നല്ലൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോയിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ അറിയില്ല, നമ്മൾ കുട്ടികൾ വലുതാവും തോറും ആ ബുദ്ധിമുട്ടും വരുന്ന സമയത്ത് നമുക്ക് ഒരുപാടായി തോന്നും. അതുകൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടെ കാണിക്കണം കേട്ടോ. എനിക്ക് ഈ 2 പ്രസവത്തിന് ശേഷം എനിക്ക് ഡിപ്രഷൻ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുന്നത് ആത്മഹത്യ വരെ ഞാൻ ചിന്തിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലേക്കൊന്നും എന്നെ കൊണ്ടുപോയിട്ടില്ല.
അപ്പം ഞാൻ തന്നെ താനെ ശരിയായി വരുന്നുണ്ട്. ഇപ്പോഴും ശരിയായി എന്നൊന്നും ഞാൻ ഫുള്ളായിട്ട് പറയില്ല കേട്ടോ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നെ പുറത്ത് കാണുന്ന ആർക്കും അത് അറിയാൻ പറ്റില്ല. ഈ ഡിപ്രഷൻ അങ്ങനെയാണല്ലോ, ഉള്ളവർ പുറത്ത് കാണിക്കണം എന്നൊന്നുമില്ല. പക്ഷെ അത് വീട്ടുകാരും കൂടെ കുറച്ച് മനസ്സിലാക്കണം, നമുക്ക് ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഹസ്ബൻഡെങ്കിലും മനസ്സിലാക്കാൻ കുറച്ച് ഇതാവണം. കാരണം ഹസ്ബൻഡ് നമുക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഈ ഡിപ്രഷൻ കുറയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പ്രസവ ശേഷമാണ് ഒന്നും കൂടെ ഈ സ്ത്രീകൾക്ക് നമുക്ക് സപ്പോർട്ട് വേണ്ടത് ആൾക്കാരുണ്ട് കേട്ടോ. അത് പാരൻസ് ആയാലും ശരി, വീട്ടുകാരായാലും ഹസ്ബൻഡായാലും. ഹസ്ബൻഡിനെയാണ് ഒന്നും കൂടെ വേണമെന്നാണ് എനിക്കൊരു ഇത്. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.